നമസ്കാരം. ഇന്ത്യയുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ കടുത്ത പോരാട്ടത്തിനാണ് കഴിഞ്ഞ 2 ദിവസമായി രാജ്യം സാക്ഷ്യം വഹിച്ചത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ലോക്സഭയിൽ നടന്ന ഒരു ചർച്ചയാണ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിലാണ് ലോക്സഭയിൽ ഒരു പ്രത്യേക ചർച്ച വയ്ക്കാൻ തീരുമാനിച്ചത്. ഈ ചർച്ചയിൽ പക്ഷേ ആദ്യം സംസാരിച്ച പ്രതിപക്ഷ പ്രതിനിധികളെല്ലാം BJPയെയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിക്കാനാണ് ശ്രമിച്ചത്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാക്കന്മാർ വസ്തുതാവിരുദ്ധമായ പല ആരോപണങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും ഉന്നയിച്ചു. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ പുറത്തെടുക്കുന്ന ഒരു അടവ് എന്നത് BJPയെ അങ്ങൊറ്റയ്ക്ക് ആക്രമിക്കുക എന്നതല്ല, മറിച്ച് ഹിന്ദു വികാരങ്ങളെ കൂടി അപഹസിക്കുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത്. കാരണം ഈ ഭാരതമെമ്പാടുമുള്ള ഹിന്ദുക്കളുടെ ഭൂരിപക്ഷ പിന്തുണ BJPക്കാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളെ അവഹേളിക്കണം എന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാകാം ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ലോക്സഭയിൽ പെരുമാറുന്നത്. കഴിഞ്ഞ സമ്മേളനത്തിൽ ശിവഭഗവാന്റെ ചിത്രമൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് വലിയ വിവാദം അദ്ദേഹം സൃഷ്ടിച്ചിരുന്നു. ഈ സമ്മേളനത്തിലാകട്ടെ മനുസ്മൃതി ഉയർത്തിക്കാട്ടിയാണ്, അതായത് ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ അസംതൃപ്തരായി കഴിയുന്ന ദളിത് വിഭാഗങ്ങളുണ്ടെങ്കിൽ കൂടെ പോരട്ടെ, ഇപ്പോഴും ഹിന്ദുക്കളുടെ ഇടയിൽ ജാതി ഭ്രഷ്ട് നിലനിൽക്കുന്നു എന്ന രീതിയിലൊക്കെ വരച്ചു കാണിക്കാനാണ് ഇപ്പോൾ മനുസ്മൃതിയുമായി പാർലമെൻറ്റിലെത്തി വലിയ പ്രക്ഷോഭം നടത്തിയത്. അതൊന്നും യഥാർത്ഥത്തിൽ ഫലിച്ചില്ല. സത്യത്തിൽ രാജ്യം കണ്ടത് നെഹ്റു മുതൽ രാജീവ് ഗാന്ധി വരെ, അല്ലെങ്കിൽ സോണിയാഗാന്ധി വരെയുള്ള കോൺഗ്രസ് ഭരണകാലത്ത് ഈ രാജ്യത്ത് നടന്ന നെറുകേടുകളെല്ലാം BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടി ചേർന്ന് വലിച്ചു പുറത്തിടുന്നതാണ് നമ്മൾ കണ്ടത്. സത്യത്തിൽ സോണിയാഗാന്ധിയുടെ സാന്നിധ്യം ലോക്സഭയിലില്ലായിരുന്നു. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ലോക്സഭയിലുണ്ടായിരുന്നു. ഇവരെ ഇരുത്തിക്കൊണ്ട് ഇവരുടെ കുടുംബത്തെ ഒന്നാകെ വലിച്ചു കീറുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത്. പക്ഷേ കേരളത്തിലെ ചില മാധ്യമങ്ങൾ അങ്ങനെയല്ല രേഖപ്പെടുത്തിയത്. രാഹുൽ ആഞ്ഞടിച്ചു എന്നൊക്കെയാണ്. രാഹുലിൻ്റെ അപ്പനും അപ്പൂപ്പനും ചെയ്ത പല നല്ല കാര്യങ്ങളെയും കുറിച്ചാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പ്രസംഗിച്ചത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത്രമാത്രം ആ കുടുംബത്തെ വലിച്ചു കീറിയിരുന്നു BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. അങ്ങനെ നാണം കെട്ടിരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു എന്ന രീതിയിൽ കേരളത്തിലെ ഒരു പത്രം അച്ചു നിരത്തുന്നത്. എന്തായാലും അത് അവരുടെ കാര്യമാണ്. വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ടിംഗ് അവരുടെ ഒരു സ്ഥിരം ശൈലിയുമായിരിക്കാം. പക്ഷേ എന്തായാലും രാഹുൽ ഗാന്ധിയെ വലിച്ചു കീറി, നെഹ്റു കുടുംബത്തെയും രാഹുൽ ഗാന്ധിയെയും BJP കഴിഞ്ഞ 2 ദിവസം ലോക്സഭയിൽ വലിച്ചു കീറി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ 2 ദിവസം വീണ്ടും ദില്ലിയിൽ ആവർത്തിക്കുകയാണ്. അത് രാജ്യസഭയിലാണ് എന്ന് മാത്രം. ഇന്ന് ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ച രാജ്യസഭയിൽ തുടക്കമിട്ട് കഴിഞ്ഞു. ഇന്നും നാളെയുമായി ചർച്ചയുണ്ടാകും. ഈ ചർച്ച BJPക്ക് വേണ്ടി തുടങ്ങി വെച്ചത് നിർമ്മല സീതാരാമനായിരുന്നു. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നരേന്ദ്രമോദി ഇന്നലെ ലോക്സഭയിൽ ചെയ്തതിൻ്റെ ബാക്കിയായിരുന്നു സത്യത്തിൽ ഇന്ന് രാജ്യസഭയിൽ നടത്തിയത്. അതായത് അവർ പറയുന്നത് 389 അംഗ ഭരണഘടനാ നിർമ്മാണ സമിതി, അതിൽ 15 പേരുണ്ടായിരുന്നു. അവർക്ക് രാജ്യത്തിൻ്റെ പ്രണാമം എന്ന് പറഞ്ഞാണ് ഇവർ തുടങ്ങിയിട്ടുള്ളത്, നിർമ്മല സീതാരാമൻ തുടങ്ങിയിട്ടുള്ളത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ കത്തിവയ്ക്കുന്ന രീതിയിലുള്ള ഭരണഘടനാ ഭേദഗതി പോലും കോൺഗ്രസ് സർക്കാരുകൾ ചെയ്തിട്ടുണ്ട്. ഒരേ ഒരു കുടുംബത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഇന്ത്യയിലെ ഭരണഘടന ഭേദഗതി ചെയ്യപ്പെട്ടത് എന്ന ചരിത്രം നിർമ്മല സീതാരാമൻ ഓരോ സംഭവങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് തെളിവ് സഹിതം അക്കമിട്ട് നിരത്തുകയായിരുന്നു. അതായത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം 50 രാജ്യങ്ങളെങ്കിലും സ്വതന്ത്രമായിട്ടുണ്ട് കോളനിവൽക്കരണത്തിൽ നിന്നും. ഈ 50 രാജ്യങ്ങളും പുതുതായി ഭരണഘടന നിർമ്മിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇങ്ങനെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനകളിൽ ഭൂരിഭാഗവും ഇന്ന് നിലനിൽപ്പില്ല. അവയെല്ലാം ചവറ്റുകുട്ടയിൽ എറിയപ്പെട്ടു. കേവലം ഭേദഗതി ചെയ്യപ്പെടുക മാത്രമല്ല, ആ ഭരണഘടനകൾ പലതും മാറ്റിയെഴുതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിലും അതിനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഇന്ത്യയിലെ ഈ ജനങ്ങളുടെ ജനാധിപത്യ ബോധം അതിനെ ചെറുത്തു തോൽപ്പിച്ചു. ഒരു കുടുംബത്തിന് വേണ്ടിയാണ് ഭരണഘടന ഇത്രയും തവണ ഭേദഗതി ചെയ്യപ്പെട്ടത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഭരണഘടന ഭേദഗതി ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും പ്രജകളുടെ ക്ഷേമത്തിനും വേണ്ടി മാത്രമാണ് എന്നാണ് ഇന്ന് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global,
White Manor near Aattugal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.